ഷാനവിടെ ആരാണെങ്കിലും ഒന്ന് പറ. അടുത്ത അയലത്തുകാരിയാണോ, അതോ പഴയ ലൈനാണോ, അതോ ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വീണ്ടും പറയാം, ആരുമില്ല. പിന്നെ ഇത് ചെയ്ത് അപ്പോൾ നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, കഷ്ടപ്പെടുക, ഒരു ടീം വർക്ക് ചെയ്യുക, നമ്മളെ ഡിസിപ്ലിൻ പാലിക്കുക, പഞ്ച്വാലിറ്റി പാലിക്കുക. ഇതൊക്കെ ഇന്ന് വന്ന് എല്ലാവരും കൂടെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ പെല പറഞ്ഞ പോലെ വിജയം നമ്മൾ ഹാർഡ് വർക്കിൽ കൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കൈ തന്നിട്ടുണ്ട് ഈശ്വരൻ, നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞങ്ങളൊന്നും ഓർക്കാറില്ല. പേഴ്സണൽ വിഷമങ്ങൾ നമുക്കില്ലാത്ത മനുഷ്യരാരുമില്ല. പക്ഷേ വർക്കിൻ്റെ ക്വാളിറ്റി ഒരിക്കലും അത് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ദുഃഖങ്ങളൊക്കെ ഓർത്തിരുന്നാൽ വർക്കിൻ്റെ ക്വാളിറ്റി എഴുതി. അപ്പം നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്തും നമ്മുടെ സുപ്പീരിയേഴ്സിനും അല്ലെ നമ്മുടെ താഴെയുള്ളവർക്കും പിന്നെ കൊളീഗ്സിനെല്ലാം നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കണം, അതിനെ ധൈര്യപൂർവ്വം കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇത്ര നാൾ ഇവിടെ ജോലി ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയാണ്, 2006 മുതൽ ഇവിടെ ജോലി ചെയ്തിട്ട് ഞാൻ പറയാണ്. ഇതിൽ അപ്പോൾ എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. ആരെങ്കിലും ഒന്ന് ടുഗദറിൽ കയറിയാലൊരു സന്തോഷമായിരുന്നു. 6 പേരുണ്ട്, ആരെങ്കിലും ഒരാളൊന്ന് കയറും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്നാൽ പിന്നെ പതുക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. കാരണം ആരും ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ എന്നാ കമൻറ്റ് സ്ട്രക്കാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. താഴോട്ടുണ്ടോ? ഇല്ല, കമൻറ്റ് സ്ട്രക്കാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ഹായ് എങ്കിലും ഒന്ന് അടിച്ചേക്കുള്ള 7 പേര് കമൻറ്റ് സ്ട്രക്കാന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇല്ല വരുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജപ്പാൻ ആളുകളുടെ അവരുടെ നമുക്കൊരു മാതൃകയാക്കാം. നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ പിന്നെ ഗാന്ധിജി പറഞ്ഞ പോലെ ആളുകൾ നമ്മളെ കളിയാക്കും കാശില്ല എന്നുണ്ടെങ്കിൽ. നമ്മളെ നോക്കി ആദ്യം അവർ നമ്മളെ ഒഴിവാക്കാൻ നോക്കും. നമ്മുടെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ സ്ഥാനവും എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ ഒഴിവാക്കാൻ നോക്കും. പിന്നെ അവർ നമ്മളെ നോക്കി ചിരിക്കും. പിന്നെ എന്ത് ചെയ്യും? നമ്മളെ കഷ്ടപ്പെട്ട് നമ്മൾ വിൻ ചെയ്യുമ്പോൾ ട്രംപ് പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. കാശുണ്ടെങ്കിൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും, സമൂഹത്തിൽ സ്ഥാനവും എഡ്യൂക്കേഷനും ഉണ്ടെങ്കിൽ. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ നല്ലതായിട്ട് കീപ്പ് ചെയ്യാൻ വേണം. അത് എങ്ങനെയാണെന്നുള്ളത് പിന്നൊരു ദിവസം ആരെങ്കിലും ഇതിൽ വരുമ്പോൾ നമുക്ക് പറയാം. അതിൽ പറ്റുന്ന ആളുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ഇൻകം ഉണ്ടാക്കണം, യൂട്യൂബ് ഫ്രണ്ട്സ് ഒരുമിച്ചിരിക്കണം. നമ്മൾ പിന്നെ ജപ്പാൻകാർ കാശുണ്ടാക്കിയ പോലെ നമ്മളും പൈസ ഉണ്ടാക്കണം. നമ്മുടെ ജീവിത വിജയം നല്ലതായിരിക്കണം. അതാണ് പ്രധാന സംഗതി. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഒരു 16 മിനിറ്റ് കൂടെ ഇരിക്കുക. എന്തായാലും 1 മണിക്കൂറും 14 മിനിറ്റും ആയപ്പോൾ പിന്നെ ഞാൻ 1.5 മണിക്കൂർ അങ്ങ് തയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞോ? ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു, സന്തോഷമായിരുന്നു. കമൻറ്റ് സ്ട്രക്കായോന്ന് എനിക്കറിയാൻ വയ്യ. അല്ലെങ്കിൽ ഇങ്ങനെ വരാതെ. പിന്നെ ഈ കൂട്ട് വെച്ചേക്കുന്ന ഏഞ്ചൽ ലവറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എത്ര സബ്ബായെന്ന് നോക്കട്ടെ. ഓൺകെ ആവണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഒരു വലിയ ആശയമായിരുന്നു. നമ്മളെല്ലാവരോടൊക്കെ സഹായിച്ച് ഓൺകെ ആയി. 1.02 ആയി. അപ്പോൾ അതൊന്ന് പുള്ളിക്കൊന്ന് ചെയ്യണമായിരുന്നു. മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് നമ്മളൊന്ന് സഹായിക്കണം പുള്ളിയെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വാച്ച് അവർ കൂട്ടണം. ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും എന്നെ കൂട്ടാക്കണം. പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ പ്രശ്നവും പ്രയാസവും ഇല്ലാത്തൊരു മനുഷ്യരും ഇല്ല കേട്ടോ. ഒരു മനുഷ്യരും ഇല്ല. പ്രശ്നവും പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ലാത്ത ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള. പിന്നെ സാമ്പത്തികം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ്. അത് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ എല്ലാ ഇൻട്രൊഡക്ഷനാണ്. ഒരു സെക്കൻഡ്, ഞാനൊരു ഫോൺ